സഹകരണ നിയമ ഭേദഗതി നമ്മുടെ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ചയൊന്നും കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ വരാൻ പോകുന്നൊരു വലിയ അപകടം എന്ന് വെച്ചാൽ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് മാന്യമായിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിലാണ് പണം നിക്ഷേപിച്ചതെന്ന് വെച്ചു. നമുക്ക് വിശ്വാസമുള്ള ബാങ്കിലിട്ട പൈസയും കൂടി എടുത്തിട്ട് ഈ കരുവന്നൂർ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയ ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യുകയും അത് ഇവർക്ക് പുട്ടടിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിനകത്ത് അന്തർഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടം. അപ്പൊ ഈ സഹകരണ നിയമ ഭേദഗതി തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ കരുവന്നൂർ ബാങ്കിലോ മൂസ്പെട്ട് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലോ പണമിട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചെറിയ പൈസ തിരിച്ചു കിട്ടും. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച ബാങ്കുകാർക്ക് നമുക്ക് തിരിച്ചുതരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ കേരളത്തിലെ മൊത്തം സഹകരണ ബാങ്കുകൾ പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്.